ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ എന്ത് ബ്ലെസ്സിങ് ആണ് പ്രപഞ്ചശക്തി നൽകുന്നത്. എന്ത് ബ്ലെസ്സിങ് ആണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ പ്രപഞ്ചശക്തി നൽകുന്നത്. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? പ്രപഞ്ചശക്തി നൽകുന്ന ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സമ്പത്തിനെ ബന്ധിച്ചിരിക്കുന്നു, നിങ്ങളുടെ മാനസിക അവസ്ഥയെ ബന്ധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതമേ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളിപ്പം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രത്തോളം പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു. എത്രയൊക്കെ അഴിക്കാൻ ശ്രമിക്കുന്നതും വീണ്ടും വീണ്ടും നിങ്ങളെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള വേദനയൊന്നും ആരോടും പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഒതുക്കി നിങ്ങൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. ദൈവത്തോടല്ലാണ്ട് മറ്റാരോടും നിങ്ങൾക്ക് ഈ വേദന പങ്കുവയ്ക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്ക് നിലവിലുള്ളത്. അതിന് പ്രപഞ്ചം തരുന്ന മറുപടി എന്താണ്? നിങ്ങളുടെ ചിന്തകളിലൂടെ കടന്നു പോകുകയാണ്. നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളെ നിങ്ങൾ റിലീസ് ചെയ്യുക എന്ന് തന്നെയാണ് പ്രപഞ്ചം ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഇൻഡ്യൂഷൻ പവർ നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ആ നെഗറ്റീവിനെ നിങ്ങൾ റിലീസ് ചെയ്യുക. എന്നാൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. നിങ്ങളിലേക്ക് അത്ഭുതം സംഭവിക്കും എന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. 10 ഓഫ് കപ്പാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥലം ഒരുക്കി കൊടുക്കണം. പ്രപഞ്ചത്തിന് നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ അവിടെ ഉള്ള നെഗറ്റീവിനെ എല്ലാം കയറ്റി വെച്ചിട്ട് എനിക്കിത് കുറേ നാളുകൊണ്ട് കേൾക്കുന്നു, എനിക്ക് രക്ഷയൊന്നും വരുന്നില്ല എന്ന് വിചാരിക്കുന്നവർ എത്ര വീഡിയോസ് കണ്ടിരുന്നാലും എത്ര പ്രവർത്തിച്ചിരുന്നാലും അതിലൊരു മാറ്റം വരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ നെഗറ്റീവ് ചിന്തകളെ ഞാൻ റിലീസ് ചെയ്യുകയാണ് എന്ന് വിചാരിച്ച് സ്പിരിച്വലി പ്രപഞ്ചത്തിന് ഇറങ്ങി വരാൻ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ചിന്തയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് മുഴുവനും നേടിയെടുക്കുവാൻ സാധിക്കും. സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ റിലീസ് ചെയ്യുക. ലൈഫിൽ എല്ലാത്തിനും ഒരു ടൈമുണ്ട്, പക്ഷേ നമ്മൾ അതിജീവിക്കണം. മഴ വരും, പക്ഷേ അതിൽ കുടയാകുന്ന വിശ്വാസത്തെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക്